നമുക്കൊരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അന്വേഷിച്ചു. മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു. നമുക്ക് ഒത്തിരി സുപരിചിതമായ വേദഭാഗമാണ്. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സന്ദേശങ്ങളെ, പല മെസ്സേജുകളെ കേട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഒന്നിച്ച് വായിച്ചത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫറവോൻ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവനൊരു കിണറ്റിനരികെ ഇരുന്നു. നമുക്കറിയാം ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന്. ഏത് സാഹചര്യത്തിലാണ് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകുന്നതെന്നൊക്കെ ഇതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മോശ ജനനം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ, താൻ കടന്നു പോകുന്ന ഓരോ സ്റ്റേജസ് ഇതിന് മുൻപുള്ള 2-1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കി കുറച്ച് ചിന്തകളെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളെയാണ് ഈ പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മോശ ഫറവോൻ്റെ സന്നിധി വിട്ട് മിദ്യാൻ ദേശത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സാഹചര്യം എന്ന് പറയുന്നത്, തൻ്റെ സഹോദരങ്ങൾക്ക് നീതി നഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ മോശയ്ക്ക് നീതി നഷ്ടപ്പെട്ടവനായി ഓടിപ്പോകേണ്ട വന്നു. സ്വന്തം നീതി നഷ്ടപ്പെട്ടവനായി സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തനിക്കുണ്ടായ അനീതിയുടെ ഫലമായി താൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു കാര്യമാണ് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഫറവോൻ മോശയെ കൊല്ലുവാനായി അന്വേഷിച്ചു. ഫറവോൻ അവിടെ നിന്ന് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഇത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോയ ഒരു യാത്രയാണെന്ന് മോശ പറയത്തുള്ളൂ. അന്ന് ഇത് നടക്കുന്ന സാഹചര്യത്തിൽ മോശ ഓടിപ്പോകുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നിർത്തി, മോശേ എവിടെ പോവാ, നീ കൊട്ടാരത്തിൽ നിന്ന് എങ്ങോട്ടാ ഓടിപ്പോകുന്നേ എന്നൊക്കെ ചോദിച്ചാൽ മോശയ്ക്ക് പറയാനുള്ള കാര്യം, എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ ഒന്ന് രക്ഷിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. മോശയ്ക്ക് ഇതേ പറയാനുള്ളൂ. പക്ഷേ മോശ 120-ാമത്തെ വയസ്സിൽ നെബോ പർവ്വതത്തിൽ വെച്ച് മരിക്കുമ്പോൾ, ആ മരിക്കുന്ന സമയത്ത് മോശയോട് ചോദിച്ചാൽ മോശ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെയാ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ പ്രാരംഭം മിദ്യാനിലേക്കുള്ള യാത്രയിൽ മോശ പറയും, എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതി, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മോശ 120-ാമത്തെ വയസ്സിൽ നെബോ പർവ്വതത്തിൽ വെച്ച് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മോശയോട് ചോദിച്ചാൽ മോശ പറയാൻ പോകുന്ന വ്യത്യസ്തമായ ചില യാത്രകളെയാണ് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ അനുഭവത്തിലൂടെയാണ് മോശ കടന്നുപോയത്. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഫറവോൻ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. സോ ഫസ്റ്റ് ജേണി മോശ പറയും 120-ാമത്തെ വയസ്സിൽ മോശ പറയാൻ പോകുന്ന 1-ാമത്തെ യാത്രയാണ്. അതെൻ്റെ ജീവനിലേക്കുള്ള യാത്രയല്ലായിരുന്നു, മറിച്ച് ഇറ്റ് വാസ് എ ജേണി ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹുവേ. 120-ാമത്തെ വയസ്സിൽ മരിക്കാൻ പോകുന്ന സമയത്ത് മോശയ്ക്ക് പറയാനുള്ള സാക്ഷ്യം, 1-ാമത്തെ സാക്ഷ്യം, അത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള യാത്രയല്ലായിരുന്നു. അതിൻ്റെ അപ്പുറം ഇറ്റ് വാസ് എ ജേണി ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹുവേ. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സെപ്പറേഷനാ നമ്മളെ ഇന്ന് ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമുക്ക് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ വന്ന് ഇത്ര നല്ല ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞത്. അത് ഉറപ്പുള്ളവരൊക്കെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. എന്തുവാ ഈ ഫറവോന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത?
എല്ലാം നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോയി. ദൈവസന്നിധി എന്ന് പറയാൻ നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുവാ ഫറവോൻ്റെ സന്നിധിയുടെ പ്രത്യേകത? ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ വളർന്നത് ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ടാണ്. അതായത് അടുത്ത രാജാവായി, രാജകുമാരനായി വളർന്നു വരികയാണ്. മോശയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന 2-3 ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. മോശയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒന്നാമത്തെ മോശയുടെ റോയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഒന്ന്, താൻ വളർന്നു വന്നത് ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ടാണ് വളർന്നു വന്നത്. തൻ്റെ റോയൽ ഐഡൻറ്റിറ്റിയുടെ ഒന്നാമത്തെ പ്രത്യേകത, വളർന്നു വന്നത് രാജകുമാരനായിട്ടാണ്. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നുണ്ടെന്ന് കാണുന്നു. ജസ്റ്റ് ഒന്നാമത്തെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് മോശയുടെ റോയൽ ഐഡൻറ്റിറ്റിയുടെ ഒന്നാമത്തെ പ്രത്യേകത, താൻ വളർന്നു വന്നത് രാജകുമാരനായിട്ടാണ് വളർന്നു വന്നത്. 2, തനിക്ക് ഈജിപ്തിലെ എല്ലാ എഡ്യൂക്കേഷനും, അന്ന് അവൈലബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാം തനിക്ക് ലഭ്യമായിരുന്നു. 2, ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഈജിപ്ഷ്യൻ വിസ്ഡം ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 2, ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഈജിപ്ഷ്യൻ വിസ്ഡം ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. മൂന്നാമത്തേത്, he was treated as a member of the ruling class. ഇങ്ങനെ തൻ്റെ റോയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് രാജകുമാരനായി വളർത്തപ്പെട്ടു. ഒരു കൊട്ടാരത്തിൽ ലഭിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളെയും തനിക്ക് ലഭിച്ചു. 3 റൂളിംഗ് ക്ലാസ്സിലെ മെമ്പറായിട്ട് ഇദ്ദേഹത്തെ അംഗീകരിച്ചു. ഇങ്ങനെ ഒരു റോയൽ ഐഡൻറ്റിറ്റിയിൽ വളർന്നു വന്ന മോശ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സേഫ് സോണാണ്. തന്നെ ആർക്കും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയത്തില്ല. തൻ്റെ വീട്ടിൽ വന്ന് തന്നെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. തന്നെ കണ്ടാൽ സമൂഹം എഴുന്നേറ്റ് നിൽക്കും. താനൊരു വഴിയിലൂടെ യാത്ര ചെയ്താൽ അത്രമാത്രം അംഗീകാരം ലഭിക്കുന്നവനായിരുന്നു മോശയുടെ റോയൽ ഐഡൻറ്റിറ്റി. 2, തൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, 2 കൾച്ചറൽ ഐഡൻറ്റിറ്റി. 1 റോയൽ ഐഡൻറ്റിറ്റി, 2 കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതിൻ്റെ കീഴിൽ വരുന്നതാണ് താൻ സംസാരിച്ച ഭാഷ. താനൊരു ഈജിപ്ഷ്യനായി വളർന്നു വന്നതിനാൽ തൻ്റെ രക്തത്തിലൊരു എബ്രായൻ ഉണ്ടെങ്കിലും താൻ വളർന്നു വന്നതും താൻ അറിഞ്ഞതും താൻ പഠിച്ചതുമായ സംസ്കാരവും ഭാഷയും എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഈജിപ്ഷ്യൻ ലാംഗ്വേജ് പഠിച്ച് ആ ഒരു കൾച്ചറിൽ താൻ വളർന്നു വന്നു. 2, അവിടുത്തെ കസ്റ്റംസ്, ഈജിപ്തിലെ ദേവന്മാരുടെ മുൻപിൽ അവർ നടത്തിയ ആചാരങ്ങൾ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭാഷ, അവിടുത്തെ ആചാരങ്ങൾ, ഇവയെല്ലാം പഠിച്ച് അത് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി മോശയ്ക്കുണ്ടായിരുന്നു. ഒരു റോയൽ ഐഡൻറ്റിറ്റി, 2 ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി, 3 തൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഹി വാസ് ആൻ ഒപ്രസർ റാദർ ദാൻ ഒപ്രസ്ഡ്. താൻ ഒരു അടിച്ചമർത്തൽ ഏൽക്കുന്നതിൻ്റെ അപ്പുറം അടിച്ചമർത്തുന്നവനായിരുന്നു. ഇസ്രായേൽ മക്കൾ അനുഭവിച്ച എല്ലാ പീഡകൾക്കും കാരണമായി നിന്ന ഈജിപ്തിലെ ഫറവോമാരിൽ ഒരുവനായി തീരേണ്ടവനായിരുന്നു മോശ. ഹി വാസ് ആൻ ഒപ്രസർ റാദർ ദാൻ ഒപ്രസ്ഡ്. ഇങ്ങനെ 3 തരത്തിൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശ. തൻ്റെ ഫറവോൻ്റെ കൊട്ടാരത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. 1, തനിക്ക് ഒരു റോയൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ രാജകുമാരനായി താൻ വളർന്നു വന്നു. കൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളെയും താൻ അനുഭവിച്ചു. 2, തൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, മിസ്രൈമിലെ കൾച്ചർ, അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ കസ്റ്റംസ്, ഇതെല്ലാം രൂപപ്പെടുത്തിയെടുത്തിയ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി. 3, തൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. അത് ഇങ്ങനെയാണ്, താൻ ഒരു ഒപ്രസ്ഡ് എന്നതിനേക്കാൾ, വേദന അനുഭവിച്ചവൻ എന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നവനായിരുന്നു മോശ. ഇങ്ങനെ 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഐഡൻറ്റിറ്റിയുമായി ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാം അനുഭവിച്ച് ഒരു ഏറ്റവും സേഫ് സോൺ, ആ കാലഘട്ടത്തിൽ ഏറ്റവും സുരക്ഷിതമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന മോശയെ ദൈവം അങ്ങ് പറിച്ചെടുക്കുക. എന്തിനാണെന്നറിയാവോ? എനിക്ക് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ട്. എനിക്ക് നിന്നെ കൊണ്ടത് ചിലത് ചെയ്യിക്കാനുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ചില റിയാലിറ്റീസിലൊക്കെ എവിടെയെങ്കിലൊക്കെ ചില സെപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പ്രവൃത്തികളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരിക്കുന്ന ഇരിപ്പിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ഇരിക്കുന്ന ഇരിപ്പിൽ ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുടെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്.
അത് നമ്മളെ തകർക്കാനല്ല, ചിലതിന് വേണ്ടി നമ്മളെ ഒന്ന് സെറ്റപ്പാട്ട് ചെയ്യാൻ, ഒന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് മാറിയാലേ നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാനുള്ളൂ. ഈജിപ്തിലെ കൊട്ടാരത്തിലിരുന്ന മോശെ ഒരു വിമോചകനാകാൻ നിനക്ക് കഴിയത്തില്ല. പറിച്ചെടുക്കുന്ന ചില ദൈവപ്രവർത്തികൾ. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ ദൈവം പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, അടർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് തിരിച്ചറിഞ്ഞോണം, നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ എന്തൊക്കെയോ ചില കാര്യങ്ങളെ ഉണ്ട്. നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ എന്തൊക്കെയോ ചില കാര്യങ്ങളെ ഉണ്ട്. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നമുക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷ നമുക്ക് ചെയ്യാനുണ്ട്. ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി നമുക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരുടെ കരങ്ങളെയൊക്കെ ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഐഡന്റിറ്റിയിൽ വളർന്നു വന്ന മോശയെ ദൈവം പറിച്ചെടുത്ത് നേരെ കൊണ്ടുപോയി ഇടുന്ന എങ്ങോട്ടാണെന്നറിയാവോ? മിദ്യാനിലെ ഒരനുസരണവും ഇല്ലാത്ത കുറേ ആടുകളുടെ അടുത്തേക്ക്. മറ്റേത് മോശ കൊട്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയാൽ, അല്ല താൻ ടൗണിൽ പോയാൽ, താൻ എവിടെ പോയാലും തന്നെ കണ്ടാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ഇത് ജീവനും കൊണ്ട് മിദ്യാനിൽ ചെന്ന് ആരുടെ കൂട്ടത്തിലാണ് പെട്ടത്? ആടുകളുടെ കൂട്ടത്തിൽ. ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മനോഹരമായ യാത്രയില്ല. ഏത് യാത്രയാണെന്നറിയാവോ? ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹുവേ. ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹുവേ. തകർത്ത് കളയാൻ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കാൻ. സ്തോത്രം. മോശയെ ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ ഈ അനുഭവത്തിലൂടെ കടത്തി വിട്ട് താൻ എത്തിച്ചേരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാരംഭത്തിൽ, മോശ ആ സംഭവം നടക്കുന്ന ദിവസം ചോദിച്ചാൽ പറയും എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ രക്ഷപ്പെട്ടാൽ മതിയെന്ന്. പക്ഷെ 120-ാമത്തെ വയസ്സിൽ മോശയോട് ചോദിച്ചാൽ മോശ തൻ്റെ ഇടത്തോടെ നമ്മളോട് പറയും, അത് ജീവൻ രക്ഷിക്കാനുള്ള യാത്രയല്ലായിരുന്നു, ഞാൻ മറ്റൊരാളെ കണ്ടുമുട്ടുന്നൊരു യാത്രയായിരുന്നു. എ ജേണി ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹുവേ. എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അത് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്കെൻ്റെ ദൈവവുമായിട്ട് വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകണം. മോശ ആ മിദ്യാനിൽ അനുഭവിച്ച, മോശ മുൾപ്പടർപ്പിൽ കണ്ടുമുട്ടിയ ദൈവത്തെ എനിക്കും കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കരങ്ങളെയൊക്കെ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി മോശയോട് ചോദിച്ചാൽ മോശ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക. പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. മോശ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു യാത്ര, എ ജേണി ഫ്രം പെർഫെക്ഷൻ ടു മോൾഡിങ്. തികവിൽ നിന്ന് പണിയപ്പെടലിലേക്കൊരു യാത്ര. എ ജേണി ഫ്രം പെർഫെക്ഷൻ ടു മോൾഡിങ്. സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ തൻ്റെ പ്രസംഗത്തെ കുറിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മോശ മിസ്രയീമിലെ സകല അറിവും അഭ്യസിച്ച് സകലത്തിലും തികഞ്ഞവനായിരുന്നു. ഹി വാസ് പെർഫെക്റ്റ്. മോശ പെർഫെക്റ്റ് ആയിരുന്നെന്നാണ് സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി കുറിച്ച് വെച്ചിരിക്കുന്നത്. താൻ തികഞ്ഞവനായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒന്ന് പഠിക്കാനും വായിക്കാനും ധ്യാനിക്കാനൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഉണ്ടായ ചില അറിവുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആ കാലഘട്ടത്തിൽ മിസ്രൈമിൽ 4 തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നു. ആ മോശ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 4 ടൈപ്സ് ഓഫ് സ്കൂൾ, 4 തരത്തിലുള്ള സ്കൂളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തേത് കോമൺ സ്കൂൾ. ഒന്നാമത്തെ സ്കൂളാണ് കോമൺ സ്കൂൾ. ഈ കോമൺ സ്കൂളിൻ്റെ പ്രത്യേകത, അവിടെ സാധാരണക്കാരുടെ മക്കൾ അത്യാവശ്യം ഒത്തിരി എഡ്യൂക്കേഷൻ ഒന്നും അന്ന് കോമൺ ആകാത്ത ഒരു കാലഘട്ടം, സാധാരണക്കാർക്ക് അത്ര ലഭിക്കാത്ത കാലം, അത്യാവശ്യം എഴുത്ത്, വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇവിടെ പഠിപ്പിക്കും. ഒന്ന് കോമൺ സ്കൂൾ. ഈ രണ്ടാമത്തെ സ്കൂളാണ് സ്ക്രൈബുകളുടെ സ്കൂൾ, സ്ക്രൈബ്സിൻ്റെ സ്കൂൾ. ഇനി മൂന്നാമത്തെ സ്കൂളാണ് പ്രീസ്ലി സ്കൂൾ. പുരോഹിതന്മാരുടെ മക്കൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ് മൂന്നാമത്തെ സ്കൂൾ. അവിടെ അത്യാവശ്യം എഴുത്തും വായനയും
മതപരമായ കാര്യങ്ങളെയും പഠിപ്പിക്കും. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുത്ത്, വായന, മതപരമായ ഏറെക്കുറെ 1000-ലധികം ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. റാ എന്ന്, വേ എന്ന് ഇങ്ങനെ പറയുന്ന 1000-ലധികം ദൈവങ്ങൾ ഈ ഈജിപ്തിലുണ്ടായിരുന്നു. ഈ ബഹുദൈവ വിശ്വാസങ്ങളുടെ ആ കാലഘട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈജിപ്റ്റ്. അപ്പം ഈ ഓരോ ദൈവങ്ങൾക്കും അവരുടേതായ ഉത്സവങ്ങൾ, അവരുടേതായ പൂജകൾ, അവരുടേതായ പെരുന്നാളുകൾ, ആചാരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഓരോന്നും ഓരോ രീതിയിലും ഓരോ മന്ത്രങ്ങളെയും കാര്യങ്ങളെയും പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നു പ്രീസ്ലി സ്കൂൾ. ഇനി 4ാമത്തെ സ്കൂളാണ് പ്രിൻസസ് സ്കൂൾ. ഇവിടെ പഠിക്കുന്നത് രാജാക്കന്മാരുടെ മക്കൾ, രാജകുമാരന്മാരാണ് ഈ പ്രിൻസസ് സ്കൂളിൽ പഠിച്ചിരുന്നത്. ഇനി ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 വർഷമായിരുന്നു. 40 വർഷം. ആദ്യത്തെ 20 വർഷം കുറേ അറിവുകൾ ഇവർക്ക് കൊടുക്കും. അടുത്ത 20 വർഷം ഇതെല്ലാം ഇവർക്ക് ലൈഫിൽ പ്രാക്ടിക്കൽ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈമായിരുന്നു നെക്സ്റ്റ് 20 years. അങ്ങനെ 40 വർഷം കൊണ്ട് ക്ലിയർ ആയിട്ട് ഒരു അടുത്ത ഫറവോയെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ പ്രിൻസസ് സ്കൂളിലെ സിസ്റ്റം എന്ന് പറയുന്നത്. 40 വർഷം കൊണ്ട് ഇവരെ പഠിപ്പിക്കുന്നത് അരിത്തമെറ്റിക്, മാത്തമാറ്റിക്സ്, പിന്നെ ആസ്ട്രോണോമി, അതുപോലെ ജിയോഗ്രഫി. അന്നത്തെ കാലത്ത് എന്തൊക്കെ അറിവ് അവൈലബിൾ ആയിരുന്നോ അതെല്ലാം ആ കാലഘട്ടത്തിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്തിരുന്നു. ഇനി അവരുടെ ആ ഈജിപ്ഷ്യൻസിൻ്റെ ജ്ഞാനത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 4:30 നോക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 4:30 നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഈജിപ്ഷ്യൻസിൻ്റെ അറിവിനെ ശലോമോൻ്റെ അറിവുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈജിപ്ഷ്യൻസിൻ്റെ അറിവിനെ ശലോമോൻ്റെ സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതാ, സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. അതായത് അവരുടെ ജ്ഞാനത്തെ കമ്പയർ ചെയ്തത് ശലോമോൻ്റെ ജ്ഞാനമായിട്ടാണ് എന്ന് പറഞ്ഞാൽ മോശ നേടിയെടുത്ത ജ്ഞാനവുമായിട്ടാണ് കമ്പയർ ചെയ്തത് ശലോമോൻ്റെ ജ്ഞാനത്തെ. അറിവിൽ തികഞ്ഞവനായിരുന്നു മോശ, അറിവിൽ തികഞ്ഞവൻ. 40 വർഷം കൊണ്ട് മിസ്രൈമിൽ നിന്ന് എന്തൊക്കെ അറിവ് നേടാൻ കഴിയുമോ അതെല്ലാം നേടിയെടുത്ത് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് മിടുക്കനായി നിൽക്കുന്ന മോശയെ നോക്കി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: നീ പഠിച്ചെടുത്ത അരിത്തമെറ്റിക്കും, നീ നേടിയെടുത്ത ജിയോമെട്രിയും, നീ പഠിച്ചെടുത്ത മാത്തമാറ്റിക്സ് കൊണ്ടൊന്നും നിനക്കെൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല മോശേ, നിനക്കെൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന തികവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പണിപ്പുരയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ബ്ലെസ്സിങ്സ് വിത്തൗട്ട് മോൾഡിങ് വിൽ ലീഡ് ടു എക്സൈൽ. ബ്ലെസ്സിങ്സ് പണിയപ്പെടലില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മളെ എക്സൈലിലേക്ക് കൊണ്ടുപോകും, നമ്മളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ദൈവം നമ്മളെ പണിതെടുക്കുന്ന ഒരു പണിശാലയുണ്ട്. അതിൻ്റെ അകത്ത് കയറി എന്ന് അതിൻ്റെ തീയും അതിൻ്റെ ചൂടും അതിൻ്റെ വേഗലും അതിൻ്റെ പൊള്ളലും അനുഭവിച്ചാലുണ്ടല്ലോ വാഗ്ദത്തങ്ങളിൽ നമുക്ക് എന്നും നിൽക്കാൻ പറ്റും. ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, ഇന്നത്തെ തകർച്ചകളൊക്കെ ഉണ്ടല്ലോ, വാഗ്ദത്തങ്ങൾ എന്നും നിൽക്കാൻ വേണ്ടി ദൈവം നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പണിശാലകളും പാഠശാലകളുമാണ്. ഒന്നുകൂടെ പറയാം. ഇസ്രായേൽ മക്കൾക്ക് 40 ദിവസം കൊണ്ട് മിസ്രൈമിൽ നിന്ന് കനാനിലെത്തായിരുന്നു, അതിനുള്ള വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇവർ 40 വർഷം എടുത്തു. എന്തുവാ കാര്യം? മോശെ അബ്രാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒപ്പം എന്തുകൊണ്ടാണ് 40 വർഷം എടുത്തേ? NIV-യിൽ ഞാൻ ആ പോർഷൻ ഓർക്കുന്നില്ല. NIV-യിൽ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ വെച്ച് ഞാൻ നിങ്ങളോട് പറയാം. 40 വർഷം ഇവർ മരുഭൂമിയിലൂടെ കടന്നു പോയതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ 40 ദിവസം കൊണ്ട് ഇവർ മിസ്രൈമിൽ നിന്ന് കനാനിലെത്തിയാൽ കാണിക്കാൻ പോകുന്ന അടിമയുടെ സ്വഭാവമാണ്. 40 ദിവസം കൊണ്ട് മിസ്രൈമിൽ നിന്ന് കനാനിലെത്തിയാൽ കാണിക്കാൻ പോകുന്നത് ആരുടെ സ്വഭാവമാണ്? ഇത്ര 100-400 വർഷമായിട്ട് അടിമപ്പണി ചെയ്ത് പിരമിഡ് ഉണ്ടാക്കി വൈക്കോൽ ചുട്ടുകൊണ്ടിരുന്ന ഇവരവിടെ പോയി വാള് കണ്ട അവരുടെ കീഴിൽ പോയി പിന്നെയും വൈക്കോൽ അന്വേഷിച്ച് നടക്കത്തല്ലേ ഉള്ളൂ, പിന്നെയും കട്ട ചുടാനുള്ള ചുടുകളങ്ങൾ അന്വേഷിച്ച് നടക്കത്തല്ലേ ഉള്ളൂ, പിന്നെയും വൈക്കോലും അന്വേഷിച്ച് നടക്കത്തല്ലേ ഉള്ളൂ, ഞാൻ ആരുടെ അടിമയാണെന്ന് ചോദിച്ച് നടക്കത്തല്ലേ ഉള്ളൂ. ഈ ക്യാരക്ടർ മാറണമെങ്കിൽ 40 വർഷം മരുഭൂമി കിടന്നേ മതിയാകൂ.
യുദ്ധം പഠിക്കണമെങ്കിൽ 40 വർഷം മരുഭൂമി കിടന്നേ മതിയാവൂ. യുദ്ധതന്ത്രങ്ങളെ അറിയണമെങ്കിൽ 40 വർഷം മരുഭൂമി കിടന്നേ മതിയാവൂ. വാള് പിടിക്കാനും യുദ്ധതന്ത്രങ്ങളെയും അതിൻ്റെ ഓരോ കാര്യങ്ങളെയും പഠിക്കണമെങ്കിൽ 40 വർഷം മരുഭൂമിയിൽ കിടന്നേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിലേസ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. എന്തിനൊക്കെയോ സ്ഥിരമായി നമ്മളെ ഒന്ന് നിർത്താൻ വേണ്ടി വാഗ്ദത്തത്തിലെത്തി അപ്പം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകാനാണോ ദൈവം നമ്മളെ അങ്ങോട്ട് അയക്കുന്നത്? വാഗ്ദത്തത്തിലെത്തി വാഗ്ദത്ത നാട്ടിലെത്തി അവിടെ നിന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാനാണോ നമ്മളെ വാഗ്ദത്തത്തിലേക്ക് അയക്കുന്നത്? ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ സ്ഥിരമായവയാ. ദൈവം നിറവേറ്റുന്ന വാഗ്ദത്തങ്ങൾ സ്ഥിരമായവയാ. പക്ഷെ അതിൻ്റെ അകത്ത് നിൽക്കണമെങ്കിൽ ഇന്നത്തെ ഈ ശോധനയിലൂടെ പോയേ മതിയാവൂ. ഇന്നത്തെ ഈ വേദനയിലൂടെ പോയേ മതിയാകൂ. അതാ പറഞ്ഞ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല. ഇന്നത്തെ വേദന നിന്നെ ചിലയിടത്തേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാ. ബ്ലെസ്സിങ്സ് വിത്തൗട്ട് മോൾഡിങ് വിൽ ലീഡ് ടു എക്സൈൽ. പക്ഷേ മോൾഡിങ്ങോട് കൂടിയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ കാല് കുത്തുന്നവിടെ നമുക്ക് അവകാശമാക്കും. നമ്മൾ പറയുന്നത് നമുക്ക് അവകാശമാകും. വിശ്വാസത്തോടെ തൊടുന്നത് നമ്മുടെ കയ്യിലിരിക്കും. പറിച്ചെടുത്തോണ്ടേ പോരത്തുള്ളൂ. അതാ മോൾഡിങ്ങിൻ്റെ പ്രത്യേകത. തീച്ചൂളയിലും തീ കനലിലും തീയിലും വെന്ത് പൊള്ളലേറ്റ് അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് തിരിച്ചറിയുക, എവിടെയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം, എ ജേണി ഫ്രം പെർഫെക്ഷൻ ടു മോൾഡിങ്. അതെന്തോ ജേണിയാ. മോശയെ പറ്റി സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, മിസ്രയീമ്യരുടെ സകല അറിവിലും ജ്ഞാനത്തിലും അഭ്യസിച്ച് തികഞ്ഞവനായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോശയെ നോക്കി ദൈവം പറയുക, മോശേ, നീ നേടിയെടുത്ത അരിത്തമെറ്റിക് കൊണ്ടും ജിയോഗ്രഫി കൊണ്ടും മാത്തമാറ്റിക്സ് കൊണ്ടൊന്നും നിനക്ക് എൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ നിന്നെ കുറച്ച് തികവിലേക്ക് കൊണ്ടുപോകാം. ദൈവം എന്തുവാ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ എന്തുവാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യം. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പെർഫെക്ഷൻ്റെ അനുഭവം എന്ന് പറയുന്നത്, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. എന്തിന്? ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. ഞാൻ പലയിടങ്ങളിലും പറയുന്നൊരു കാര്യമാണ്, ഈ പാപം ചെയ്താലുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ പോകുന്നുള്ളത് ശരിയാണ്, നരകത്തിൽ പോകുന്നുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ തന്നെ ഈ ഭൂമി നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ശിക്ഷയുണ്ട്. എന്തോന്നറിയാവോ? പാപം ചെയ്തിട്ടൊന്ന് പ്രാർത്ഥിക്കാനിരുന്ന് നോക്കിക്കേ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ എന്തോ ശിക്ഷയാണ് വേണ്ടേ? ഇതിൽ കൂടുതൽ എന്തോ ശിക്ഷയാണ് വേണ്ടേ? അവിടെ പോകുന്ന ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടിയാ. പായിട്ട് തറയിലിരുന്ന്, അല്ലെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ രീതിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നതിനാ, ആ കർത്താവിനൊന്ന് അടുത്തറിഞ്ഞ് കർത്താവിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണടച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ കൂടുതൽ എന്തോ ശിക്ഷയാണ് വേണ്ടേ? ഇതിൽ കൂടുതൽ എന്തോ ശിക്ഷയാണ് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, പാപം ചെയ്താൽ ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ, നമ്മൾ കൊതിക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്നൊരു കർത്താവുണ്ടല്ലോ, നമ്മളെ കേട്ടൊരു കർത്താവുണ്ടല്ലോ, നമ്മൾ പറയാത്ത കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ആഗ്രഹിച്ചത് പലതും ചെയ്തു തന്ന കർത്താവുണ്ടല്ലോ. ഈ കർത്താവ് കൂടെ വന്ന് ഇരിക്കുന്നത് പ്രാർത്ഥനയിൽ അനുഭവിച്ചില്ല, പിന്നെ എന്തോ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ, എന്തോ പ്രാർത്ഥനയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ തികവ്, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. എന്തിന്? ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, ദൈവത്തോടടുത്ത് ചെല്ലാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്ക വന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം.
കർത്താവിൻ്റെ കരം പിടിച്ച് നടന്ന് കർത്താവിനെ പോലെ ആകാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് വേണമെങ്കിൽ എന്തോ വേണമെന്നറിയാവോ? വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സകല പാപത്തിൻ്റെ ആ കാര്യങ്ങളെയും മാറ്റി നിർത്തി എനിക്കെൻ്റെ ദൈവത്തെ മതിയെന്ന് നമ്മളുടെ പല വികാരങ്ങളെയും മാറ്റി വെച്ച് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരായിരിക്കണം. അതിൻ്റെ അകത്ത് വിത്തൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. എബ്രായ ലേഖനം 12:14 അത് പറയുന്നത്. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു തികവിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. രണ്ടാമത്തെ തികവിൻ്റെ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു ചേട്ടെ. 3-ാം അധ്യായം 4-ാം വാക്യം. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. നമുക്ക് അറിയാം ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. മോശ ഇങ്ങനെ ആടിനെയൊക്കെ മേയിച്ച് പർവ്വതത്തിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് മോശ മിദ്യാനിലെ അതിൻ്റെ പ്രാരംഭം ഹോരേ പർവ്വതത്തിൻ്റെ അടുക്ക വന്നു. അവിടെ ഉണ്ടാകുന്ന അഗ്നിജ്വാലയും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതെന്തുവാ നടക്കുന്നതെന്ന് കാണാനായി മോശ ഈ മുൾപടർപ്പിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. തീ കത്തുന്നുണ്ട്, മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. തീ കത്തുന്നുണ്ട്, മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. ഇതിൽ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന മറ്റൊരു ചിന്ത കൂടെ നിങ്ങളോട് പറയാം. ഈ തീ കത്തുന്നത് മുൾപടർപ്പ് വെന്തു പോകാത്തതും കാണിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കഷ്ടതയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അനുഭവിക്കുന്ന അടിമത്തത്തെയാണ് ഈ കത്തുന്ന മുൾപടർപ്പ് കാണിക്കുന്നത്. ഈ മുൾപടർപ്പ് നിന്ന് കത്തുന്നത് പോലെ ഇസ്രായേൽ മക്കളും കത്തിക്കൊണ്ടിരിക്കുക. അടികൊണ്ട് വേദന അനുഭവിച്ച് കട്ട ചുട്ട് ആ നീതി നഷ്ടപ്പെട്ട് തകർന്ന് ഇവർ മുൾപടർപ്പിന് സമാനമായിട്ടാണ് ഇവർ മിസ്രൈമിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെ ഒരു സന്ദേശം എന്താണെന്നറിയാവോ? മുൾപടർപ്പ് കത്തി തീരുന്നില്ല, ഇസ്രായേൽ മക്കൾ കഷ്ടതയേറ്റ് തീരുന്നില്ല. ഇതിൻ്റെ കാരണം എന്തെന്നറിയാവോ? ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യേ ദൈവം ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ അടിമപ്പണി ചെയ്ത് അവരും മരിച്ചു വീഴുന്നില്ല, അവരും തീരുന്നില്ല. കാരണം മുൾപടർപ്പിൽ കത്തിയ അതേ ദൈവം ഇസ്രായേലിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുന്നത് എന്തോന്നറിയാവോ? അനുഭവിക്കുന്ന തീച്ചൂള സമാനമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും നമ്മളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട്. വെന്ത് തീരാതെ കത്തിച്ചാരമാകാതെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീച്ചൂള സമാനമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്ന് കത്തിച്ചാരമാകാതെ ചേർത്ത് പിടിക്കുന്ന ദൈവകരം അനുഭവിച്ച ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മുൾപടർപ്പ് കത്തുന്നു, ചാരമാകുന്നില്ല. ഇസ്രായേൽ മക്കൾ വേദന അനുഭവിക്കുന്നു, അവരും തീർന്നു പോകുന്നില്ല. കാരണം രണ്ടിൻ്റെയും മധ്യേ ദൈവമുണ്ടായിരുന്നു. രണ്ടിൻ്റെയും മധ്യേ ദൈവമുണ്ടായിരുന്നു. ഇത് എന്തുവാന്ന് കാണാനായിട്ട് മോശ മുൾപടർപ്പിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പം അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം തൻ്റെ ചെവിയിൽ കേൾക്കുകയാണ്. മോശെ എന്താ അവിടെ പറയുന്നേ? മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പെർഫെക്ഷൻ, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ സബ്മിഷൻ. നമ്മുടെ പേരിടയ്ക്ക് വിളിക്കത്തില്ലേ ദൈവം? അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കത്തില്ലേ? മെസ്സേജ് കേൾക്കുമ്പോൾ അടുത്ത് വന്ന് വിളിക്കത്തില്ലേ? സ്നേഹത്തോടെ എത്ര 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 വട്ടം നമ്മുടെ അടുക്ക വന്ന് വിളിച്ചിട്ടുണ്ട്. പേര് വിളിച്ച് എന്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇന്ന് പകൽ നമ്മളോട് പറയുന്നൊരു കാര്യം, ഞാൻ അടുക്ക വന്ന് നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറയുന്ന ഒരു സമർപ്പണത്തിൻ്റെ തികവ് എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അത് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സമർപ്പണത്തിൻ്റെ തികവിലേക്ക് എന്നെ കൂടി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് പറഞ്ഞാട്ടെ. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന സമർപ്പണത്തിൻ്റെ തികവിലേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ആ സബ്മിഷൻ്റെ പെർഫെക്ഷനിലേക്ക് അങ്ങ് എൻ്റെ കൈ പിടിച്ചെന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, എത്ര സ്നേഹത്തോടെയാണ് കർത്താവ് ഓരോ സമയം നമ്മുടെ അടുക്ക വരുന്നത്. എത്ര സ്നേഹത്തോടെയാണ് കർത്താവ് ഓരോ പ്രാവശ്യവും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പേര് വേറെ ആരെയും വിളിക്കാനില്ലാണ്ടാണോ കർത്താവ് നമ്മുടെ അടുത്ത് വരുന്നത്?
വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ കർത്താവ് നമ്മുടെ പേര് വിളിക്കുന്നേ? എത്ര പേരുണ്ട് കർത്താവിന് വേറെ വിളിക്കാൻ. നമ്മളെ വിളിക്കാൻ തോന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളെ വിളിക്കാൻ തോന്നില്ലേ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും ഈ പല യാത്രകളും പല തിരക്കുകളുടെയൊക്കെ ഇടയ്ക്ക് ചില വാക്കുകളൊക്കെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുമ്പം ഞാനിങ്ങനെ ദൈവത്തോട് പറയും, പ്രോപ്പർ അപ്രീസിയേഷൻ കിട്ടാത്ത പല സാഹചര്യങ്ങളിൽ പ്രോപ്പർ അപ്രീസിയേഷൻ കിട്ടാത്ത, നല്ലൊരു വാക്ക് പറയാത്ത, ഒത്തിരി ആത്മാർത്ഥമായിട്ട് ചെയ്ത പല കാര്യങ്ങളിലും ഒരു നല്ല അപ്രീസിയേഷൻ കിട്ടാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആദ്യം പറയും, എന്തിനാ ദൈവമേ, എന്തിനാ എന്നെ ഏൽപ്പിച്ചേ? ഞാൻ വേറെ ആരെങ്കിലും ചെയ്തേനെയല്ലോ, എന്തിനാ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ? ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം അടുത്ത് വരുന്ന മറ്റൊരു ശബ്ദമുണ്ട്. എന്താണെന്നറിയാവോ? ഇതൊന്നും ചെയ്യാൻ വേറെ ആളില്ലാഞ്ഞിട്ടല്ല മോനെ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ. വേറെ ആർക്കും കൊടുത്താലും അവർക്കും അപ്രീസിയേഷൻ ഒന്നും കിട്ടത്തൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തില്ലേ. നീ മിടുക്കനായിട്ടാണോ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്? എന്നോട് ചോദിക്കുന്നതാണേ, നിങ്ങളോടല്ല, എന്നോട് ചോദിക്കുന്നതാണ്. എന്നോട് ചോദിക്കും, എടാ നീ മിടുക്കനായിട്ടാണോ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്? നിന്റെ പാസ്റ്റ് നീ ഒന്ന് ചിന്തിച്ചേ. നിനക്ക് എന്തോ കഴിവ് വരുന്നിട്ടാ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തേ? നീ അത്ര മിടുക്കൻ, നീ അത്ര ക്വാളിറ്റി ഉള്ളവനായിട്ടാണോ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തേ? നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചില്ലേ മോനെ? ഇതിൽ കൂടുതൽ എന്തുവാ നിനക്ക് വേണ്ടേ? ഒരു പ്രോപ്പർ അപ്രീസിയേഷൻ കിട്ടാത്ത സമയത്തുണ്ടല്ലോ, ആരെങ്കിലൊക്കെ ഒരു നല്ല വാക്ക് പറയാത്ത സമയത്തുണ്ടല്ലോ, തകർന്നു പോകരുത് പ്രിയപ്പെട്ടവരെ, തകർന്നു പോകരുത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തില്ലേ, നമുക്ക് ദൈവം തന്നില്ലേ, നമ്മളെ കൊണ്ട് ചെയ്യിച്ചില്ലേ. എന്തിനാ അപ്രീസിയേഷൻ? നമ്മളെ കൊണ്ട് ചെയ്യിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഓടാനുള്ള ആരോഗ്യം തന്നില്ലേ പ്രിയപ്പെട്ടവരെ? കൈ നീട്ടാനുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ കൈ തന്നില്ലേ പ്രിയപ്പെട്ടവരെ? അടിയനിതാന്ന് പറഞ്ഞവരുടെയൊക്കെ ജീവിതം മാറിയിട്ടേ ഉള്ളൂ. അടിയനിതാന്ന് പറഞ്ഞവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അവരുടെ ഒന്നും കൈകളും അവരുടെ ഒന്നും കാലുകളും അവരുടെ ഒന്നും നാവും ഒന്നും വെറുതെ ഇരുന്നിട്ടില്ല. അത്രമാത്രം ദൈവം അവരെ മാറ്റി മറിച്ചിട്ടുണ്ട്. ശമൂവേലിനെ നോക്കണേ. ഒരു കൊച്ചു പയ്യൻ, ഇന്ന് വൈകിട്ട് ഞാൻ ശമൂവേലിനെ പറ്റിയാണ് പറയുന്നത്. ഒരു കൊച്ചു പയ്യൻ പെട്ടകത്തിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ശമൂവേലേ എന്ന് ദൈവം വിളിച്ചു. ശമൂവേല് ആരാന്നറിയാതെ ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്നു. 2-3 പ്രാവശ്യത്തെ വിളി കഴിഞ്ഞപ്പം ശമൂവേല് പറയുവാ, അടിയനിതാ. യെശയ്യാവിനെ വിളിക്കുന്നുണ്ട്. യെശയ്യാവിനെ വിളിക്കുമ്പോഴും പറയുന്നുണ്ട്, അടിയനിതാ. പ്രിയപ്പെട്ടവർ, ഇന്ന് പകല് കർത്താവ് നമ്മുടെ അടുക്ക വന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കർത്താവേ, അതിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കർത്താവ് ഇതിനെ ശാന്തമായിട്ട് കർത്താവ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക. ശാന്തമായിട്ട് ദൈവ സ്പർശനം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ എന്നാ കർത്താവേ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ആക്കണേ. സ്തോത്രം. കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം, അത് ഈ ഒരു വാക്യമല്ല, അടുത്ത 2 കാര്യങ്ങൾ ഈ 2 വാക്യത്തിൽ, ഈ വാക്യങ്ങളിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ അപ്പുറം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. കർത്താവ് നമ്മളോട് പറയുക, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. എന്തുവാണ്? ഞാൻ ഈ ഭാഗങ്ങളിൽ എൻ്റെ ഒരു സാറ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന തോമസ് മാത്യു സാർ, മണക്കാലയിലെ, അദ്ദേഹം പറഞ്ഞ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ, ഞങ്ങളുടെ 2 പേരുടെയും ടീച്ചറാണ് തോമസ് മാത്യു സാർ. എൻ്റെയും ആരുടെയും ടീച്ചറാണ് തോമസ്. ഞങ്ങളുടെ ഒത്തിരി സ്നേഹമുള്ള ആത്മാർത്ഥ ഒരു ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇവിടുത്തെ ടീച്ചർ എന്നോട് പാസ്റ്റർ പറഞ്ഞായിരുന്നു. വളരെ ഹീസ് എ മാൻ ഓഫ് ഗോഡ്, നല്ലൊരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം എന്നെ ഒത്തിരി സ്പർശിച്ചത്. അബ്രാമിനോട് ദൈവം പറഞ്ഞു, അബ്രാമേ നിനക്കൊരു മോനുണ്ട്, എന്തോ ചെയ്യാനാ പറഞ്ഞേ? മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ നീ അവനെ യാഗം കഴിക്കണം. അബ്രാം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ അബ്രാമിൻ്റെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത, ഒരു വോയിസ് സെൻറ്റേഡ് ജേണിയാണ്, ശബ്ദകേന്ദ്രീകൃത ഒരു യാത്രയാണ്. ശബ്ദമാണ് തൻ്റെ വോയിസ് സെൻറ്റേഡ് ജേണിയാണ്. ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? എപ്പോഴൊന്നും വന്ന് മിണ്ടത്തില്ല.
എപ്പോഴും ഒന്നും വന്ന് മിണ്ടത്തില്ല, പക്ഷെ ഒരു റൈറ്റ് ടൈമുണ്ട്. ആ പോയിന്റ് മിണ്ടും. നമ്മൾ ചിന്തിക്കും തീർന്നെന്ന്. നമ്മൾ ചിന്തിക്കുക മോനെ കൊല്ലാനായിട്ട് കത്തി ഓങ്ങുന്ന ആ ടൈം വരെ ഈ മിണ്ടാതിരിക്കുമായിരുന്നു. റൈറ്റ് ടൈമുണ്ട്. ഈ വോയിസ് സെൻറ്റഡ് ജേണി, ഈ ശബ്ദ കേന്ദ്രീകൃത യാത്രയുടെ ഒരു പ്രത്യേകത, ഗോഡ്സ് വോയിസ് സെൻറ്റഡ് ജേണിയുടെ ഒരു പ്രത്യേകത, ദൈവ ശബ്ദ കേന്ദ്രീകൃത യാത്രയുടെ ഒരു പ്രത്യേകത, എപ്പോഴും ഒന്നും മിണ്ടിയെന്ന് വരത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് എല്ലാം ഒന്നും ഉത്തരം തന്നൊന്നും വരത്തില്ല. അറ്റ് ദ റൈറ്റ് ടൈം ഒറ്റ വാക്കായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. അതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. റൈറ്റ് ടൈമിൽ വെളിപ്പെടുന്ന ദൈവശബ്ദം, റൈറ്റ് ടൈമിൽ വെളിപ്പെടുന്ന ദൈവശബ്ദം, തൊട്ടുപോകരുതെന്ന് പറയുന്ന ദൈവശബ്ദം. ഇതില് അബ്രാമിനോട് പറഞ്ഞു, നിനക്കൊരു മോനുണ്ടതിനെ നീ എന്തോ ചെയ്യണം, മോരിയ ദേശത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ നീ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രാമും മോനും ബാല്യക്കാരും വീട്ടിൽ നിന്ന് എഴുന്നേറ്റു, യാത്ര ചെയ്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് മോരിയാദേശം വരെ എത്തി. മോരിയാദേശം എത്തി ദൈവം കാണിക്കുന്ന മലയുടെ കീഴിൽ വന്നു. അബ്രാം പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിന്നു, ഞാൻ മോനെ കൊണ്ടുപോയി യാഗം കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മല കയറുമ്പം ഈ പകുതി എത്തിയപ്പം മോൻ ചോദിച്ചു അപ്പനോട്, അപ്പാ എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള വിറകുണ്ട്, യാഗത്തിനുള്ള തീയുണ്ട്, പക്ഷേ മൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അബ്രാം പറഞ്ഞു, മോനെ യഹോവ കരുതിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ യാത്ര ചെയ്ത് പിന്നെ മേളിലേക്ക് പോവാം. സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഈ മല എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. ഇവരിവിടെ നിന്ന് ഈ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഇവരുടെ ഒപ്പം ഇപ്പറയുന്ന ഒരാട് കയറുന്നുണ്ടായിരുന്നു. ഈ മലയുടെ ഇങ്ങേ അറ്റത്ത് നിന്നേ ഇങ്ങേ കീഴിൽ നിന്ന് അബ്രാം മോൻ്റെ കൂടെ ചങ്ക് പൊട്ടിയാ അപ്പം കാലെടുത്ത് വെക്കുന്നേ. ഒരറ്റത്തു നിന്ന് ഒരു സൈഡിൽ നിന്ന് കാലെടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഒരാടും കൂടെ കാലെടുത്ത് വെച്ചു. പക്ഷേ ഇതിനെ മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങ് മേളിൽ ചെല്ലണം. കാരണം മലയുടെ ആ അഗ്രം അത് എത്തുന്ന ഭാഗത്തെത്തിയാൽ ഇവർ തമ്മിലുള്ള ആ സെപ്പറേഷൻ മാറത്തുള്ളൂ. ഈ ആടും അബ്രാമും തമ്മിലുള്ള ആ കാണാതിരിക്കുന്ന ഇവർ തമ്മിലുള്ള ഒരു മറയുണ്ടല്ലോ, ഈ മറ മാറണമെങ്കിൽ അങ്ങ് മേളിലെത്തണം, ഈ ടോപ്പിലെത്തണം. അനുസരിച്ചാൽ ഇതാ കേട്ടോ, അനുസരിച്ച് ഈ എടുത്തു വെക്കുന്ന സ്റ്റെപ്പിൻ്റെ ഒപ്പം അപ്പുറയെന്നുള്ള ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ഒപ്പം കാലെടുത്ത് വെക്കുന്നുണ്ട്. എടുത്തു വെക്കുന്ന സ്റ്റെപ്പിൻ്റെ ഒപ്പം അപ്പുറേന്ന് ദൈവത്തിൻ്റെ കരുതൽ നമ്മളോടൊപ്പം കാലെടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ തീരുന്ന മൊമെന്റിലാ ഇതിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എടുത്തു വെക്കുന്ന ചുവടുകളുടെ ഒപ്പം നമ്മൾ കാണാതെ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുണ്ട്. നമ്മൾ എടുത്തു വെക്കുന്ന ചുവടുകളുടെ ഒപ്പം നമ്മൾ കാണാതെ നമ്മളുടെ ഒപ്പം ചുവടെടുത്ത് വെക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളുണ്ട്. പക്ഷെ ഇത് കാണണമെങ്കിലുണ്ടല്ലോ നമ്മളങ്ങ് തകർന്ന് തീരണം. യാഗപീഠത്തിൻ്റെ വിറകെടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. മോനെ കെട്ടണം, കെട്ടിപ്പിടിച്ച് യാഗപീഠത്തിൽ കിടത്തണം, കിടത്തി കത്തി ഓങ്ങണം. ഓങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈ വെക്കരുത്. പ്രിയപ്പെട്ടവരെ, അനുസരണം ഭയങ്കര, ദൈവത്തെ അനുസരിക്കുന്ന ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. ഈ മണക്കാലയിൽ ഇടയ്ക്കൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പം ഞാൻ ഒത്തിരി ചിരിച്ച് നടക്കുന്നയാളാണ്. ഇവരോട് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ ഇവർക്കെല്ലാം അറിയാം ഞാൻ ഒത്തിരി ചിരിച്ച് നടക്കുന്നയാളാണ്. അപ്പം ഒരു ദിവസം ക്ലാസ്സിൽ എന്നോട് ഒരാൾ ചോദിച്ചു, ഫെബിൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ BD2 പഠിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ചോദിച്ചു, സാർ എപ്പോഴും ചിരിച്ച് നടക്കുന്നത് തന്നെ, സാറിന് വിഷമവും ടെൻഷനൊന്നും ഇല്ലേ? ഒരു ദിവസം ക്ലാസ് എന്നോട് ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ്, ഫെബിനെ, ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങിയാൽ എഴുതി കൂട്ടാൻ ഇഷ്ടം പോലെയുണ്ട്. എഴുതി കൂട്ടാൻ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ചോദ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ ചിരിച്ച് നടക്കുന്ന ഒരു കാര്യം, ഐ ഹാവ് ആൻ ആൻസർ. എനിക്കൊരു ഉത്തരവുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എനിക്കൊരു ഉത്തരവുണ്ട്. യേശു. പ്രിയപ്പെട്ടവരെ, യേശു നമുക്കുണ്ട്. കൈകൾ ഉയർത്തി യേശു എന്നൊന്ന് വിളിച്ചേ. ഞാൻ ഈ യേശു എന്ന് വിളിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഒരു 2 മാസം മുമ്പ് ട്രിവാൻഡ്രം നെയ്യാർ ഡാമിൽ വെച്ചൊരു ക്യാമ്പ് നടന്നതിൽ 1000-ഓളം കുഞ്ഞുങ്ങളുള്ള ക്യാമ്പിൽ ഇങ്ങനെ ഒരു വർഷിപ്പ് സെഷനായിരുന്നു.
കുഞ്ഞുങ്ങളെല്ലാവരും ഒന്നിച്ച് യേശുവേ എന്ന് വിളിച്ചൊരു സമയമുണ്ട്. വർഷിപ്പിൻ്റെ ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സമയത്ത് ആ യേശുവേ എന്ന് വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. ഒന്നിച്ച് യേശുവേ എന്ന് ആർത്ത് വിളിച്ചപ്പം, ഒന്നിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ, ഈ പേരെന്ന് പറയുന്നത് 2 അക്ഷരം വെറുതെ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പേരൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ഭയങ്കര ശക്തിയുണ്ട്. ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ഭയങ്കര അധികാരമുണ്ട്. ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ഭയങ്കര ശക്തിയുണ്ട്. ഇത് വെറുതെ ഒരു പേരൊന്നുമല്ല. ഇതിനെ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഇതിനെ ആശ്രയിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു യഥാർത്ഥ ശക്തിയുണ്ട്. തിരിച്ചറിയുന്നവരൊക്കെ ആ കരങ്ങളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണക്കാലയിൽ ഒരു 3 മാസം മുമ്പ് മരിച്ചു പോയ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. തൂത്തുവാരി ജീവിക്കുന്ന അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് 2000 രൂപയുടെ ആവശ്യം വന്നപ്പം അമ്മച്ചി അടുത്ത ദിവസം അമ്മച്ചീൻ്റെ ടെസ്റ്റിമണി അമ്മച്ചി എന്നോട് പറയുക, കുഞ്ഞെ എനിക്ക് 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മച്ചിക്ക് കിട്ടുന്ന 500 രൂപ, 500, 450, 500 രൂപ അമ്മച്ചിക്ക് കിട്ടുന്നത്. അപ്പം 4 ദിവസത്തെ തൂത്തുവാരിയാൽ അമ്മച്ചിക്ക് 2000 രൂപ ആകത്തുള്ളൂ. അപ്പോൾ അമ്മച്ചിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 2000 രൂപ വേണം. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് നിന്നൊരു ടെസ്റ്റിമണി പറയുക, കുഞ്ഞെ എനിക്ക് ഇന്നലെ 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നടാ. ഞാൻ ഈ സെമിനാരിയുടെ ഓരോ ഇടം തൂത്തുവാരുമ്പോൾ ഓരോ തൂക്കലിന് ഞാൻ യേശുവെന്ന് വിളിച്ചാൽ തൂത്തത്. എനിക്ക് വേറെ ആരുമില്ലായിരുന്നു. എനിക്ക് വേറെ ഓരോ പ്രാവശ്യം തൂക്കുമ്പോഴും സെമിനാരി നല്ലൊരു കോമ്പൗണ്ട് ഉണ്ടോ തൂത്തു വരാനായിട്ട്. അപ്പോൾ ഇത് മുഴുവൻ ആ ഓഡിറ്റോറിയം അതിൻ്റെ മിറ്റം എല്ലാം തൂത്തു വരുമ്പോഴത്തേക്കിനും അങ്ങ് ടയർഡാവും. അപ്പോൾ അമ്മച്ചി പറയുക, എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനായിട്ട് ആരുമില്ല. ഞാൻ ഓരോ ഇടം തൂക്കുമ്പോഴും യേശുവെന്ന് വിളിച്ചാൽ തൂത്തത്, യേശുവെന്ന് വിളിച്ചാൽ തൂത്തത്. എനിക്ക് വേണ്ടത് തക്ക സമയത്ത് കിട്ടി. എനിക്ക് വേണ്ടത് തക്ക സമയത്ത് കിട്ടി. യേശു എന്നെ വെറുതെ ആണെന്നാണോ? യേശു നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവകരം ഉണ്ട് പ്രിയപ്പെട്ടവരെ. തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവകരം ഉണ്ട് പ്രിയപ്പെട്ടവരെ. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3ാമത്തെ പെർഫെക്ഷനാണ് വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. 4ാമത്തേത് മോശയുടെ ജീവിതം മുഴുവൻ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഫെയ്ത്ത്. ദൈവവേല ചെയ്യണോ? ദൈവവേല ചെയ്യണോ? ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഫെയ്ത്ത്. ദൈവം ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെയും ട്രസ്റ്റിനെയും ആശ്രയത്തെയും നമ്മൾ ഞാൻ കണക്ട് ചെയ്യും. വിശ്വാസമുള്ളവനെ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? വിശ്വാസമുള്ളവനല്ലേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പത്രോസ് കാരാഗ്രഹത്തിൽ മുന്നിലും പുറകിലും പടയാളികളുണ്ട്. വലിയൊരു രണ്ട് വലിയ ഗേറ്റ് ഉണ്ട്. ഇതൊക്കെ തൻ്റെ മുമ്പിൽ തടസ്സമായിട്ട് കിടക്കുവാണ്. അടുത്ത ദിവസം കൊന്നുകളയാനുള്ള, കഴുത്തറക്കാനുള്ള കൽപ്പനയും പുറപ്പെടുവിച്ചു. പക്ഷെ ഇതിൻ്റെ നടുക്ക് ഇദ്ദേഹം കിടന്ന് ഉറങ്ങുക. ഞാൻ ചോദിച്ചു പത്രോസേ എങ്ങനെ ഇത്ര മരണത്തിൻ്റെ നടുവിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത്? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, പത്രോസ് എൻ്റെ ഭാവനയിൽ പത്രോസ് കിടന്നുറങ്ങുന്ന റൂമിൻ്റെ തൊട്ടപ്പുറേ അടുത്ത ദിവസം തന്നെ കൊല്ലാനുള്ള വാളിൻ്റെ മൂർച്ച കൂട്ടുക. അപ്പം ഈ കിടക്കുമ്പം പടയാളികൾ മാത്രമല്ല, ചെവിയിൽ എന്താ കേൾക്കുന്നത്? വാളിൻ്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ നടുക്ക് ഇദ്ദേഹം കിടന്നുറങ്ങുക. ഞാൻ ചോദിച്ചു, എങ്ങനാ പത്രോസേ ഇതിൻ്റെ മധ്യേ കിടന്നുറങ്ങാൻ പറ്റുന്നേ? പത്രോസ് തന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ചെവിയിൽ മുഴങ്ങുന്ന വാളിൻ്റെ ശബ്ദത്തേക്കാൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. പത്രോസേ നിനക്കൊരു വാർദ്ധക്യമുണ്ട്. പത്രോസേ നിനക്കൊരു വാർദ്ധക്യമുണ്ട്. നിന്റെ പൂർവ്വസ്ഥിതി നിനക്ക് അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നിനക്കൊരു വാർദ്ധക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊന്നുകളയാനുള്ള വാളിൻ്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം ചെവിയിൽ മുഴങ്ങുമ്പോഴും ചെവിയിൽ മുഴങ്ങട്ടെ നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ ശബ്ദങ്ങൾ. എത്ര കാര്യങ്ങളാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ചെവിയിൽ മുഴങ്ങട്ടെ നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ശബ്ദങ്ങൾ. സുഖമായിട്ട് കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്നോട് ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കും, എനിക്ക് മരിച്ചു പോകുന്ന പേടിയാ.
മരിച്ചു പോകുമെന്ന് പേടിയാന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, പ്രാർത്ഥിച്ചപ്പം കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതൊന്നും നടക്കുന്നവരെ സമാധാനമായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് മരിക്കാം. എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നടത്തിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഈ ഒരു റിസറക്ഷൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. റിസറക്ഷൻ ഈസ് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ ആൻഡ് അവർ പ്രിപ്പറേഷൻ. നമ്മളുടെ ഒരുക്കങ്ങൾക്കും നമ്മളുടെ ബിയോണ്ട് അവർ പ്രിപ്പറേഷൻ ആൻഡ് അവർ നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ഒരുക്കങ്ങൾക്കും അപ്പുറമാണ് ഈ ഉയർപ്പെന്ന് പറയുന്നത്. എന്തുവാ അത്? യേശുവിൻ്റെ കല്ലറയ്ക്കിലേക്ക് എത്തിയ സ്ത്രീകൾ, ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗം നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, അവർ യേശുവിൻ്റെ മൃതശരീരത്തിൽ പൂശാൻ ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളെ ഒരുക്കി. അതവരുടെ പ്രിപ്പറേഷൻ, ഒരുക്കി. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, ഞങ്ങൾ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ കല്ലറയുടെ വാതിക്കൽ പടയാളികൾ നിൽപ്പുണ്ടായിരിക്കും. ഒന്നാമത്തെ എക്സ്പെക്റ്റേഷൻ. രണ്ടാമത്തെ എക്സ്പെക്റ്റേഷൻ, കല്ലറയുടെ വാതിക്കൽ വലിയ കല്ലുണ്ടായിരിക്കും. രണ്ടാമത്തെ എക്സ്പെക്റ്റേഷൻ. മൂന്നാമത്തെ എക്സ്പെക്റ്റേഷൻ, കല്ലറ ഇനി എങ്ങനെയും പറഞ്ഞ് തുറന്നു മാറ്റി ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തോ കാണാൻ പോകുന്നത്? കർത്താവിൻ്റെ കെട്ടപ്പെട്ട മൃതശരീരത്തെ കാണും. ഈ 3 എക്സ്പെക്റ്റേഷൻ. ഒന്ന് പ്രിപ്പറേഷൻ, കർത്താവിൻ്റെ മൃതശരീരത്തിൽ പൂശാൻ ആവശ്യമായ സുഗന്ധദ്രവ്യം ഇവരൊരുക്കി. 2 ഇവരുടെ എക്സ്പെക്റ്റേഷൻ, ഞങ്ങൾ കല്ലറയുടെ വാതിക്കത്ത് പടയാളികളെ കാണും, കല്ല് കാണും, അകത്ത് കർത്താവിൻ്റെ മൃതശരീരം കാണും. ഈ പ്രതീക്ഷയോടെ ഇവർ കല്ലറയ്ക്കലെത്തി. ഇനി ഈ പ്രതീക്ഷയുടെ ഒരുക്കത്തിൻ്റെ അടിസ്ഥാനം എന്തെന്നറിയാവോ? 3 ദിവസം മുമ്പ് ഇവർ കണ്ട ചില കാഴ്ചകൾ. എന്താ ഇവർ കണ്ടേ? കല്ലറയുടെ വാതിക്ക്. സത്യമല്ലേ? എന്തേലും തെറ്റുണ്ടോ? ഇവരുടെ ഒരുക്കത്തിന് വല്ല തെറ്റുണ്ടോ? ഇവരുടെ എക്സ്പെക്ടേഷന് വല്ല തെറ്റുമുണ്ടോ? പക്ഷെ ഉയർപ്പിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് അവർ പ്രിപ്പറേഷൻ. നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇത്രയൊക്കെ ആവത്തുള്ളെന്ന്, എൻ്റെ മക്കൾ ഇത്രയേ ആവത്തുള്ളെന്ന്. നമുക്ക് നമ്മളെപ്പറ്റി ചില പ്രിപ്പറേഷൻസ്, നമുക്ക് നമ്മളെപ്പറ്റി ചില എക്സ്പെക്ടേഷൻസ് ഇല്ലേ? ഈ പകൽക്കാല ഉയർപ്പിൻ്റെ സന്ദേശം നിങ്ങളോട് പറയുന്ന ഒരു ദൂതുണ്ട്. നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചതിൻ്റെ അപ്പുറം വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ബട്ട് ഓൺലി വൺ കണ്ടീഷൻ, വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിൽ തികവുള്ളവരായിരിക്കണം. 4 കാര്യങ്ങളിൽ മോശ മിസ്രൈമിലെ എല്ലാത്തിനും തികഞ്ഞവനായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ പൊന്നു മോശേ, നീ ഈ എല്ലാത്തിലും തികഞ്ഞവനായിട്ടൊന്നും വന്നിട്ട് എനിക്ക് നിന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല. നീ ഈ 4 കാര്യത്തിലും തികഞ്ഞിട്ട് വാ, ഞാൻ നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാം. ഏതൊക്കെയാ? വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ holiness, we should be perfect in submission, we should be perfect in obedience, we should be perfect in faith. ഈ 4 കാര്യത്തിൽ തികഞ്ഞ് പിന്നെ കൈ നീട്ടിയ ചെങ്കടൽ പിളരും. പിന്നെ പാറയെ നോക്കി കൽപ്പിച്ചാൽ പാറ പിളരും. പിന്നെ താൻ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒറ്റ കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന തികവിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയണം. ഇതെല്ലാവർക്കും അങ്ങനെ തികയാനൊന്നും പറ്റത്തില്ല. അത്ര തികവ്, വിശ്വാസത്തെ തികഞ്ഞവരാൻ നമുക്ക് പറ്റുമോ? പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തികഞ്ഞവരല്ലെങ്കിലും കുറച്ച് മനസാക്ഷിയൊക്കെ കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവമാണ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, ഒന്നാമത്തെ എ ജേർണി ഫ്രം ദ പ്രസൻസ് ഓഫ് ഫറവോ ടു ദ പ്രസൻസ് ഓഫ് യാഹ്വേ. രണ്ടാമത്തെ ജേർണി എ ജേർണി ഫ്രം പെർഫെക്ഷൻ ടു മോൾഡിങ്. ഇനി മൂന്നാമത്തെ തികവിൻ്റെ അനുഭവം എൻ്റെ കണ്ണ് നിറച്ച് കളഞ്ഞതാ ഒരു അനുഭവമാണ്. എ ജേർണി ഫ്രം നോളജ് ടു എക്സ്പീരിയൻസ്. അറിവിൽ നിന്ന് അനുഭവത്തിലേക്കുള്ള യാത്ര. എ ജേർണി ഫ്രം നോളജ് ടു എക്സ്പീരിയൻസ്. 120-ാമത്തെ വയസ്സിൽ നെബോ പർവ്വതത്തിൽ നിൽക്കുമ്പം മോശ പറയും, ജീവനും കൊണ്ട് ഓടിയതല്ലെന്നേ, അന്ന് ഞാൻ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് ഓടിയത്. എന്തോ അറിവാ. ഇത്രയും നേരം പറഞ്ഞു നേടിയ അറിവ് ഒന്നുമല്ലെന്ന് പറഞ്ഞു. ഇതെന്തോ അറിവാ. ഞാൻ പറയാം. അമ്രാം യോക്കേബേദ് ദമ്പതികൾ, അമ്രാം യോക്കേബേദ് മോശയുടെ മാതാപിതാക്കളാണ്. അമ്രാം യോക്കേബേദ്, ഇവർക്കൊരു കുഞ്ഞുണ്ടായി. ജനനത്തിലെ ഇവൻ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. അന്നത്തെ നിയമപ്രകാരം, നൈൽ നദിയിൽ എറിഞ്ഞു കളയേണ്ട നിയമപ്രകാരം ഇവനെ എറിഞ്ഞു കളയാൻ ഇവർക്ക് മനസ്സ് വന്നില്ല. പറ്റുന്നത്ര സമയം പാല് കൊടുത്ത് ഈ അപ്പനും അമ്മയും ഇവനെ വളർത്തി. ഇവർക്ക് ഇവനെ ഒതുക്കുന്നതിന് പരിധി വന്നപ്പോൾ ഞാണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി നൈൽ നദിയിൽ ഈ കുഞ്ഞിനെ
ആ പെട്ടകത്തിൽ കിടത്തി അവിടെയാക്കി. ഇതിനെന്ത് സംഭവിക്കുന്നെന്ന് കാണാൻ, ഈ പെട്ടകത്തിനും കുഞ്ഞിനും എന്ത് സംഭവിക്കുന്നെന്ന് കാണാൻ മോശയുടെ സഹോദരി മിരിയാം നോക്കി നിൽക്കുമ്പോൾ ഫറവോൻ്റെ പുത്രിയും അവരുടെ കൂടെയുള്ളവരും നൈൽ നദിയുടെ സമീപത്തേക്ക് കടന്നു വരികയും പെട്ടകം കണ്ട് കുഞ്ഞ് ഇതെന്തെന്ന് നോക്കാൻ എടുത്തു നോക്കിയപ്പോൾ അതിലൊരു കുഞ്ഞിനെയും കണ്ടു. ഇതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ കുഞ്ഞിനോട് താല്പര്യം തോന്നിയ ഫറവോൻ്റെ പുത്രി ഇതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ മിരിയാം ചെന്നിട്ട് പറഞ്ഞു, ഇതിന് പാല് കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീയെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മോശയുടെ അമ്മയെ ഈ ഫറവോൻ്റെ പുത്രിയായിട്ട് ബന്ധപ്പെടുത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയാണ് ഞാൻ നിങ്ങളോടൊരു അറിവ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനൊരു അറിവ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അമ്മ കുഞ്ഞിനെ മടിയിൽ കിടത്തി പാല് കൊടുക്കുമ്പം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ തിയോളജി ഒന്നും അറിയത്തില്ല. വലിയ തിയോളജിയോ അല്ലെങ്കിൽ വലിയ ടേംസോ ഒന്നും പറയാനില്ല. അമ്മ ഈ കുഞ്ഞിനെ മടിയിൽ കിടത്തി പാല് കൊടുക്കുമ്പോൾ പറയും, കുഞ്ഞെ നമുക്കൊരു ദൈവമുണ്ട്, കുഞ്ഞെ നമുക്കൊരു ദൈവമുണ്ട്, കുഞ്ഞെ നമുക്കൊരു ദൈവമുണ്ട്. നീ ആ ദൈവത്തെ സ്നേഹിക്കണം. നീ നാളെ ഫറവോനാകുമായിരിക്കും. ചിലപ്പോൾ നീ ആയിരിക്കും എന്നെ അടിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്ന നാളത്തെ ഫറവോ. എന്തോ ആണെങ്കിലും എൻ്റെ മോനാകുന്ന സമയം ഈ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. നിൻ്റെ അപ്പൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം. നീ ആ ദൈവത്തെ സ്നേഹിക്കണം. ഈ അമ്മ ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന അധികം ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. ഇവനെന്തോ മനസ്സിലായിട്ടാ ഈ മടി കിടക്കുന്ന കുഞ്ഞിന് എന്തോ മനസ്സിലായിട്ട് ഈ പാല് കൊടുക്കുമ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നത് താരാട്ട് പാട്ടല്ല. എൻ്റെ ചിന്തകളെ ഞാൻ പറയുന്നത്, അമ്മ പാടിക്കൊടുക്കുന്നത് താരാട്ട് പാട്ടല്ല. ഈ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ചെവി പറഞ്ഞു കൊടുക്കും, കുഞ്ഞെ നമുക്കൊരു ദൈവം ഉണ്ടടാ, നീ ആ ദൈവത്തെ സ്നേഹിക്കണം. നമുക്കൊരു ദൈവം ഉണ്ടടാ, നീ ആ ദൈവത്തെ സ്നേഹിക്കണം. എനിക്കിത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, എൻ്റെ പപ്പയൊക്കെ എന്നെ കൊച്ചിൽ അവർ ഇടുക്കിയില്ല ചർച്ച് മിനിസ്ട്രി, പപ്പ ഇപ്പോഴും ചർച്ച് മിനിസ്ട്രിയാണ്, ഇടുക്കിയിലാണ്. അപ്പം എൻ്റെയൊക്കെ കൊച്ചിലെ തോളത്ത് ഉറക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പപ്പ എന്നെ ഈ തോളത്തിട്ട് എനിക്ക് പറഞ്ഞു തന്നത് കുറച്ച് ബൈബിളിലെ കഥകളുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് എന്നും രാത്രി എന്നെക്കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നും രാത്രി എന്നെക്കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാക്കില്ല. ആ സങ്കീർത്തനം മുഴുവൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവം തരുന്ന ഓരോ അവസരങ്ങളിലും എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു തന്നൊരു ദൈവം എന്ന യാഥാർത്ഥ്യമാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നത്, ഞാൻ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ചെവിയിൽ കൊടുത്തോ ദൈവത്തെ. നാളെ അവർ ഏത് അനുഭവത്തിലാണെങ്കിലും അവർ മടങ്ങി വന്നിരിക്കും. അവരെ ആർക്കും ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഫറവോന്റെ കൊട്ടാരത്തിന് 40 വയസ്സ് വരെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മോശെ അവിടെ നിന്ന് ദൈവം പറിച്ചതുപോലെ ഈ അറിവ് അവരുടെ ചെവിയിലേക്ക് കൊടുത്തോ കേട്ടോ. ഒരിക്കല് ഒരു വിദേശ രാജ്യത്ത് നടന്ന ഒരു 1000-ലധികം ആളുകൾ കൂടി ഒരു മീറ്റിങ്ങിൽ ഒത്തിരി പേര് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു കൊച്ചു കുഞ്ഞ് സ്റ്റേജിൽ കയറി 23-ാം സങ്കീർത്തനം കാണാതെ പറയാൻ തുടങ്ങി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നെ അവൻ പറഞ്ഞു. ആ സങ്കീർത്തനം മുഴുവൻ പറഞ്ഞ് കഴിഞ്ഞ് ഇവൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പം ആളുകൾക്ക് ഒരു 5-6 വയസ്സുള്ളൊരു കുഞ്ഞാ, ആളുകളൊക്കെ ഭയങ്കര കൈകൊട്ടി ഇവനെ ഇറങ്ങി വരുന്നത് കണ്ട് ഭയങ്കര കൈകൊട്ടുന്ന ഹർഷാരവും ഭയങ്കര ശബ്ദമാണ്. ഇവൻ ഭയങ്കര സന്തോഷത്തോടെ ഓടി ഇവൻ്റെ പപ്പയുടെ അമ്മയുടെ അടുത്ത് പോയി. ഇവന് കഴിഞ്ഞതിന് ശേഷം ഒരു 75 വയസ്സുള്ള ഒരു പിതാവ് സ്റ്റേജിൽ കയറി. ആ പിതാവ് സ്റ്റേജിൽ കയറി അതേ 23-ാം സങ്കീർത്തനം പറയാൻ തുടങ്ങി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കിയില്ല. ഇതിൻ്റെ ഓരോ വാക്കുകൾ കഴിയുമ്പോഴും ഒരറ്റം മുതൽ ആളുകൾ കരയാൻ തുടങ്ങി. ആ കൂടിയിരിക്കുന്ന ക്രൗഡ് മുഴുവൻ 6 വാക്യം പറഞ്ഞു കഴിഞ്ഞതോടെ ആ ക്രൗഡ് മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞ് ഭയങ്കര അത്ഭുതം, ഇവൻ ഓടി ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അപ്പച്ചൻ ഞാൻ പറഞ്ഞപ്പം ആളുകളൊക്കെ കൈകൊട്ടി. അപ്പച്ചൻ പറഞ്ഞപ്പോൾ എന്താ ആളുകൾ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാ, നീ പറഞ്ഞത് കാണാതെ പഠിച്ചതാ, പക്ഷെ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇതെൻ്റെ അനുഭവമാണ്. ഈ യഹോവ എൻ്റെ ഇടയന് അനുഭവിച്ചിട്ടുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ യഹോവ എൻ്റെ ഇടയനാണെന്ന് അനുഭവം ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവർ, ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, ഇന്ന് ഉറപ്പിൻ്റെ പകല,
കൂടെ വരുന്ന കർത്താവ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്, റിയാലിറ്റീസിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്. എ ജേർണി ഫ്രം നോളജ് ടു എക്സ്പീരിയൻസ്, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് ഒരു യാത്ര. അടുത്തത്, എ ജേർണി ഫ്രം മെറ്റീരിയൽ വാർഫെയർ ടു സ്പിരിച്വൽ വാർഫെയർ. എ ജേർണി ഫ്രം ഭൗമികമായ ആയുധങ്ങളിൽ നിന്ന് ആത്മീക യുദ്ധത്തിലേക്കുള്ള യാത്ര. ഭൗതിക യുദ്ധത്തിൽ നിന്ന് ആത്മീക യുദ്ധത്തിലേക്കുള്ള യാത്ര. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്ട് ഞാൻ അതിൻ്റെ ആ റെഫറൻസ് ഓർക്കുന്നില്ല. അവിടെ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ, ഏലാൻ താഴ്വരയിൽ ഇസ്രായേൽ മക്കളും അമാലേക്കരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഇസ്രായേൽ മക്കളും അമാലേക്കരും തമ്മിലൊരു യുദ്ധം ഉണ്ടായപ്പം ഈ മോശ യോശുവേനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ താഴെ യുദ്ധം ചെയ്തോ, ഞാനൊന്ന് മലമോൾ വരെ പോയിട്ട് വരാം. എന്തിനാണെന്നറിയാവോ? എനിക്കവിടെ ഒന്ന് കൈ പൊക്കി നിൽക്കണം. കാരണം എൻ്റെ കൈ പൊങ്ങി നിന്നാൽ താഴെ നിങ്ങൾ യുദ്ധം ജയിക്കും. എൻ്റെ കൈ പൊങ്ങി നിന്നാൽ താഴെ നിങ്ങൾ യുദ്ധം ജയിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പല ചോദ്യങ്ങൾ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങളുണ്ടാവത്തില്ലേ? നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനകളുണ്ടാവത്തില്ലേ? അവിടെ ഒന്നും പ്രതികരിക്കാൻ പോകാതെ നേരെ പോയി നമ്മളുടെ ആ പായുണ്ടല്ലോ, അവിടെ മുട്ടുകുത്തിയിരുന്ന കൈ പൊക്കി പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോണം. അതിൻ്റെ അകത്ത് വെളിപ്പെടുന്നൊരു ദൈവിക വിടുതലുണ്ട്. അതിൻ്റെ അകത്ത് വെളിപ്പെടുന്നൊരു യുദ്ധമുണ്ട്. നമ്മളുടെ കരമുയർന്നുള്ള സ്തോത്രത്തിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. ഈ സ്തുതിയുടെയും കര ഉയർത്തി പിടിക്കുന്നതിൻ്റെ. ഒരു ദിവസം രാത്രി ഞാൻ ഇടുക്കിയിൽ എൻ്റെ വീട്ടിൽ ഒരു 2 മണിക്ക് ചർച്ചയിൽ പ്രാർത്ഥിച്ചിട്ട് 2 മണിയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, രാത്രി 2 മണിയായി. ആ സമയത്ത് എനിക്ക് ലിറ്ററലി എൻ്റെ അടുക്കലേക്ക് ഒരു ഈവിൾ സ്പിരിറ്റ് വരുന്ന എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്മെൽ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ കട്ടിയായിട്ട് വരിക, ദൂരെ നിന്ന് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. കാരണം അതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ്. എൻ്റെ പപ്പ മമ്മി പെങ്ങളെല്ലാം കിടന്നുറങ്ങുക. രാത്രി 2 മണിക്കാണ്. തിണ്ണയിൽ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ അടുത്തേക്കൊരു സ്പിരിറ്റ് വരുന്ന എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വായിൽ അന്യഭാഷ വരുന്നില്ല, ഒന്ന് വിളിച്ച് കരയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പേടിച്ച് നിൽക്കുമ്പം എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റി. എൻ്റെ വാ തുറന്ന് ഞാൻ സ്തോത്രം പറയാൻ തുടങ്ങി. ദേ ഇങ്ങനെ വന്നതുണ്ടല്ലോ, ഓടിപ്പോകുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ അകത്ത് തിരിച്ചറിയാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത് വരുന്നത് പിശാചായിക്കൊള്ളട്ടെ മനുഷ്യനായിക്കൊള്ളട്ടെ, വാ തുറന്ന് സ്തോത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങ് വരുന്നതൊക്കെ അങ്ങ് പൊക്കോളും. വാ തുറന്ന് സ്തോത്രം പറഞ്ഞാൽ മതി, ഇങ്ങ് വരുന്നതൊക്കെ അങ്ങ് പൊക്കോളും. അത് എത്ര വലിയ ശക്തിയാണെങ്കിലും, അത് എത്ര ഭീകരനാണെങ്കിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്. കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം ചെയ്യുക. മുന്നിൽ തടസ്സമായി നിൽക്കുന്ന എരിഹോവിനെ നോക്കി ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ പുതിയ തന്ത്രങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്തോത്രം പറഞ്ഞ് സ്തുതിച്ച് അതിൻ്റെ ചുറ്റും ഒന്ന് നടന്നാൽ മതി. മറിയേണ്ടതൊക്കെ ദൈവം മറിച്ചോളും. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ സഭയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. മുന്നോട്ട് വിടില്ലെന്ന് പറയുന്ന കാര്യങ്ങളിലുണ്ടല്ലോ, ഡു വൺ തിങ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്തോത്രം കൊണ്ട് അതിനെ വലം വെക്ക്. രാത്രികളിൽ സ്തോത്രം കൊണ്ട് അതിനെ വലം വെക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മറിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. സ്തോത്രം കൊണ്ട് പ്രതിസന്ധികളെ വലം വെക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏത് എരിഹോ മതിലാണെങ്കിലും, അത് എന്ത് പ്രതിസന്ധിയാണെങ്കിലും സ്തോത്രം കൊണ്ട് വലം വെക്ക്. താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ ഡു വൺ തിങ്. നമ്മൾ സൈലന്റ് ആകുക. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വിരിച്ചിട്ടിരിക്കുന്ന പായിൽ ചെന്ന് മുട്ടുകുത്തി 2 കൈകൾ ഉയർത്തി, എനിക്ക് പറ്റത്തില്ല കർത്താവേ, അങ്ങ് ഡീല് ചെയ്തോണേ. പ്രിയപ്പെട്ടവരെ, ഉയർന്നിരിക്കുന്ന കരങ്ങൾക്ക് വേണ്ടി താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്. ഉയർന്നിരിക്കുന്ന കരങ്ങൾക്ക് വേണ്ടി താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്.
യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഉയർന്നിരിക്കുന്ന കരങ്ങൾക്ക് വേണ്ടി താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളേക്ക് ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കൈകളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. അടുത്തത് അഞ്ചാമത്തെ യാത്ര. ഒന്നാമത്തെ യാത്ര ഏതായിരുന്നു? എ ജേർണി ഫ്രം പ്രസൻസ് ഓഫ് ഫറോ ടു ദ പ്രസൻസ് ഓഫ് യാഹു. രണ്ടാമത്തേത് എ ജേർണി ഫ്രം പെർഫെക്ഷൻ ടു മോൾഡിംഗ്. മൂന്നാമത്തേത് ജേർണി ഫ്രം നോളജ് ടു എക്സ്പീരിയൻസ്. നാലാമത്തേത് ജേർണി ഫ്രം മെറ്റീരിയൽ വാർഫെയർ ടു സ്പിരിച്വൽ വാർഫെയർ. അഞ്ചാമത്തെ യാത്ര ഭൗമികമായ ബന്ധങ്ങളിൽ നിന്ന് ദൈവവുമായ ഒരു ബന്ധത്തിലേക്ക്. അത് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഒന്ന് വായിക്കണേ. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 33 അധ്യായം അതിന്റെ 11 വാക്യം ഒന്ന് വായിച്ചു. 33:11. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചുകൊള്ളുക. 33:11. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ആ ഫസ്റ്റ് പോർഷൻ നോക്കിക്ക്, എത്ര ശക്തമായ വാക്യമാണെന്ന് നോക്കി. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. കൂടെ ആരും ഇല്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിൽക്കുന്നേ. പാളയത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നേ. അവിടെ നിൽക്കുന്ന നിൽപ്പിൽ മോശയുടെ അടുത്തേക്ക് അഹരോൻ വന്നെന്നാണോ? യോശുവ വന്നെന്നാണോ? സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നു. അത് ദൈവമായിട്ടാണ് ഇറങ്ങി വന്നേ. ഒരു സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിച്ചു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊരു ബന്ധം? ഒരു സ്നേഹിതനെ പോലെ എനിക്ക് എൻ്റെ ദൈവത്തോടൊന്ന് സംസാരിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തോടൊന്ന് മിണ്ടണം എന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറയുന്നൊരു കാര്യമാ, നമ്മളുടെ പല വിഷമങ്ങളും പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുമ്പം അപ്പോഴവർ പറയും പോട്ടെ, കുഴപ്പമില്ല, സാരമില്ല, ഒരു 2 ദിവസം കഴിയട്ടെ. ഈ പറഞ്ഞ കാര്യം തന്നെ നാളെ അവർ പറഞ്ഞ് നമ്മളെ കളിയാക്കും. ശരിയാണോ? ഈ പറഞ്ഞ കാര്യം പറഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞാൽ മതി. 2 ദിവസം സമാധാനം ഉണ്ടായിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേ കാര്യം പറഞ്ഞ് നമ്മളെ അവർ കളിയാക്കും. പക്ഷേ ഈ സ്നേഹിതൻ്റെ പ്രത്യേകത പറയാത്ത വിഷമങ്ങളെ അറിയുന്ന ഒരു സ്നേഹിതൻ. പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നതിൻ്റെ കാര്യമല്ല നമുക്കറിയാവോ. ടെൻഷൻ അടിച്ച് വെറുതെ ഓടി നടക്കും. പലപ്പോഴും നമുക്ക് പോലും അറിയത്തില്ല എന്തിനാ നമ്മൾ വിഷമിക്കുന്നതെന്ന്, എന്തിനാ നമ്മൾ വേദനിക്കുന്നതെന്ന്. ഈ ഒരു സ്നേഹിതൻ, നമ്മളെക്കാൾ നന്നായി നമ്മുടെ വേദന അറിയുന്ന സ്നേഹിതൻ, നമ്മളെക്കാൾ നന്നായി നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന സ്നേഹിതൻ, ഈ സ്നേഹിതൻ മോശയുടെ അടുക്ക വന്ന് ഒരു സ്നേഹിതനെ പോലെ അഭിമുഖമായി മോശയോട് സംസാരിച്ചു. എ ജേർണി ഫ്രം ഭൗമികമായ ബന്ധങ്ങളിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്. ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ്. അടുത്ത ഒരു 2-3 യാത്രകൾ കൂടിയുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 29 വാക്യം ഒന്ന് വായിക്കാമോ? അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിന്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. 6ാമത്തെ യാത്ര, എ ജേർണി ടു ക്യാരിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തേജസ്സിനെ വഹിക്കുന്ന യാത്ര. ദൈവത്തിൻ്റെ തേജസ്സിനെ മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഉള്ള മോശയല്ല ഇറങ്ങി വരുന്നത്. താഴെ ഇറങ്ങി വരുമ്പോൾ ത്വക്ക് പ്രകാശിച്ച മോശ, തേജസ്സിനാൽ ത്വക്ക് പ്രകാശിച്ച മോശ. എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ ത്വക്ക് അങ്ങയുടെ തേജസ് കൊണ്ട് പൊതിയണമേ, അങ്ങയുടെ തേജസ് കൊണ്ട് പൊതിയണേ. അങ്ങനെ പൊതിഞ്ഞാലുള്ള ഗുണം പിന്നെ നമ്മളെ കാണുന്നവർ കർത്താവിനെയാണ് കാണുന്നത്. അങ്ങനെ പൊതിഞ്ഞാലുള്ള ഗുണം പിന്നെ നമ്മളെ കേൾക്കുന്നവർ കർത്താവിനെയാണ് കേൾക്കുന്നത്. അങ്ങനെ പൊതിഞ്ഞാലുള്ള ഗുണം പിന്നെ അഹരോനും ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾക്കും മോശയെ നോക്കാൻ ഭയം തോന്നുമാറ് മോശ മാറിപ്പോയെന്നാണ് പറയുന്നത്. അത് മോശ റൂഡായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടൊന്നുമല്ല, മോശ അവിടെ നിന്ന് യുദ്ധത്തിനുള്ള ആയുധം കൊണ്ട് ഇറങ്ങി വന്നതൊന്നുമല്ല. തൻ്റെ ത്വക്ക് പ്രകാശിച്ചു.
തൻ്റെ ത്വക്ക് പ്രകാശിച്ചു. ഒന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, അവിടുത്തെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ത്വക്കിനെ ഒന്ന് പൊതിയണമെന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ കർത്താവിനോട്, ദൈവമേ, അവിടുത്തെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ത്വക്ക് പ്രകാശിക്കണേ, അവിടുത്തെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ത്വക്ക് പ്രകാശിക്കണേ. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ കാണുന്നവരൊക്കെ കർത്താവിനെ കാണട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശബ്ദം കേൾക്കുന്നവരൊക്കെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൈ തൊടുന്നവരൊക്കെ കർത്താവിൻ്റെ സ്പർശനം അറിയട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മളെ കാണുന്നവരൊക്കെ കർത്താവ് ത്വക്ക് പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഞങ്ങളുടെ ത്വക്ക് പ്രകാശിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗം കടന്നു പോവുകയാണ്. അടുത്ത ഒരു യാത്രയും കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത അവസാനത്തെ 2-3 യാത്രകൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഒരെണ്ണം കൂടെ അതിൻ്റെ ഇടയ്ക്കുള്ളത് ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളൊന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം. മോശെ തന്റെ അമ്മായി അപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? മോശെ തൻ്റെ അമ്മായിയപ്പനോട് ദൈവത്തോട് ചോദിക്കുവാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. എ ജേർണി ഫ്രം ഹ്യൂമൻ വേർഡ് ടു ഡിവൈൻ വേർഡ്. വെറും മാനുഷികമായ ശബ്ദത്തിൽ നിന്ന് മോശ ദൈവത്തിന്റെ ശബ്ദമായി മാറി. ഇവിടെ പറയുന്നത് കണ്ടോ, 18-15, ദൈവത്തോട് ചോദിക്കാൻ, ദൈവത്തിന്റെ ഹിതമറിയാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ജനം എൻ്റെ അടുക്ക വരുന്നു. ആ 40-ാമത്തെ വയസ്സിൽ മിദ്യാനിലേക്ക് ഓടിപ്പോകുമ്പം പറിച്ചെടുത്ത് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നുണ്ടല്ലോ മോശ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അതൊരു ജീവൻ രക്ഷിക്കാനുള്ള യാത്രയല്ലായിരുന്നു, അത് മനുഷ്യ ശബ്ദത്തിൽ നിന്ന് ദൈവ ശബ്ദത്തിലേക്കുള്ള യാത്രയായിരുന്നു. എ ജേർണി ഫ്രം ഹ്യൂമൻ വേർഡ് ടു ഡിവൈൻ വേർഡ്. ദൈവത്തിൻ്റെ ശബ്ദമാകാൻ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലെ പല സെപ്പറേഷൻസിന് നമ്മൾ തിരിച്ചറിയുക, പല 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 വേദനകളിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദമാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവസാനത്തെ ഒരു യാത്രയും കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്. എ ജേർണി ഫ്രം പിരമിഡ് ടു മൗണ്ട് നെബോ. പിരമിഡിൽ നിന്ന് നെബോ പർവ്വതത്തിലേക്കുള്ള യാത്ര. ആരായിട്ടാണ് വളർന്നേ? ഫറവോൻ്റെ പുത്രിയായിട്ട്. അതായത് ഒരു 10-25-30 വർഷം കൂടെ കഴിഞ്ഞാൽ ആരാകും? അടുത്ത ഫറവോയാകും. മരിച്ചാൽ എവിടെ അടക്കപ്പെടും? ഇന്ന് കാണുന്ന പിരമിഡുകളിൽ അടക്കപ്പെടും. എവിടെ അടക്കപ്പെട്ടു? നെബോ പർവ്വതത്തിൽ. ആരടക്കി? ദൈവം അടക്കി. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെയൊന്നും തീരത്തില്ലെന്നേ. തീരേണ്ടതാണെങ്കിൽ എന്നേ തീർന്നേനെ. അങ്ങനെയൊന്നും തീരത്തില്ലെന്നേ. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നിന്റെ പൂർവസ്ഥിതി നിനക്ക് അല്പമായി തോന്നും. നീ ഇത്ര വയസ്സിൽ മരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എവിടെ അടക്കപ്പെടുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയ പോലൊന്നും അല്ലെന്ന് നടക്കാൻ പോകുന്നേ. എല്ലാം കുറിച്ച് വെച്ചിരിക്കുമ്പം എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഭാരങ്ങളെ പേറി നടക്കുന്നേ? മോശ ആ ഓട്ടത്തിൽ ചിന്തിച്ചതായിരിക്കും, ദൈവമേ നല്ലൊരു അടക്ക് പോയല്ലോ. ചിന്തിച്ചിട്ടില്ലേ? മോശ മാത്രമാണോ? നമ്മളീ പലരും ചിന്തിച്ചിട്ടില്ലേ? എൻ്റെ പപ്പയോടും അമ്മയോടൊക്കെ ചോദിച്ചാൽ അവർ വന്ന ബാക്ക്ഗ്രൗണ്ടിൽ അവരൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഒരു പെന്തക്കോസ് ഫെയ്ത്തിൽ വളർന്നു വന്നുകൊണ്ട് അത്ര പറയാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ അവരോടൊരു നമ്മുടെ ഫസ്റ്റ് ജനറേഷനോടൊന്ന് ചോദിച്ചാൽ അവർ പറയും, എവിടെ അടക്കുമെന്ന്, എങ്ങനെ മരിക്കുമെന്ന്, ഒന്നും തല്ലിക്കൊല്ലുവോ, അത് എങ്ങനെ മരിക്കുമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. എവിടെ അടക്കുമോ, ആരടക്കുമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവരൊക്കെ നല്ലതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നടന്നേ കേട്ടോ. പല സാഹചര്യം റിയാലിറ്റീസിൽ നിന്ന് നമ്മൾ ചിന്തിക്കും, ഇത്ര നാളുകൂടെ ഒക്കെ ഉള്ളെന്നൊക്കെ ചിന്തിക്കും. നമ്മുടെ പൂർവ്വസ്ഥിതി നമുക്ക് അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പൂർവ്വസ്ഥിതി അല്പമായി തോന്നും.
യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ചില സത്യങ്ങൾ മാത്രമാത്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള സത്യങ്ങൾ മാത്രമാത്. നമ്മളുടെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മോശ അവിടെ കൊണ്ട് തീർന്നായിരുന്നോ? മോശ അവിടെ കൊണ്ട് തീർന്നായിരുന്നോ? വേറെ എവിടെയോ ഒന്നും വന്നായിരുന്നല്ലോ. മറുരൂപമലയൊന്നും വന്നില്ലായിരുന്നോ? പിരമിഡ് ഇരിക്കുമായിരുന്നോ? മറുരൂപമല വന്നോ? ഇത് സംഭവിക്കും കേട്ടോ, ഇത് സംഭവിക്കും കേട്ടോ. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8 or 9 യാത്രകളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒന്നാമത്തേത് എ ജേർണി ഫ്രോം ദ പ്രസൻസ് ഓഫ് ഫറോ ടു ദ പ്രസൻസ് ഓഫ് യാഹ്വേ. 2 എ ജേർണി ഫ്രോം പെർഫെക്ഷൻ ടു മോൾഡിങ്. 3 എ ജേർണി ഫ്രോം നോളജ് ടു എക്സ്പീരിയൻസ്. 4 എ ജേർണി ഫ്രോം മെറ്റീരിയൽ വാർഫെയർ ടു സ്പിരിച്വൽ വാർഫെയർ. 5 from journey from worldly relations to divine relation. അടുത്തത് journey to carry the presence of God. Next journey from human word to divine word. എട്ടാമത്തേത് a journey from pyramid to Mount Nebo. എന്ത് വേണം, എന്ത് വേണം? ഇന്ന് അനുഗ്രഹം പ്രാപിച്ചെന്ന് ഉറപ്പുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്നത്തെ കഷ്ടങ്ങൾ തീർത്ത് കളയാനുള്ളതാണോ? ഉറപ്പോടെയാണോ? എങ്ങോട്ടേക്കാ പോകുന്നേ? ദൈവികമായ യാത്രകളിലേക്ക്, ദൈവികമായ യാത്രകളിലേക്ക്. നമ്മളെ തകർക്കാനോ നമ്മളെ മുടിക്കാനോ അല്ല ഈ വേദന. നമ്മളെ പണിതെടുത്ത് നല്ല പൊന്നാക്കാൻ, നമ്മളെ പണിതെടുത്ത് നല്ല പൊന്നാക്കാൻ. ഹല്ലേലൂയ.